കൊച്ചിയിലെ അനാശാസ്യ കേന്ദ്രങ്ങളുടെ നടത്തിപ്പിൽ പോലീസിനും പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരുമായി പോലീസിനുണ്ടായിരുന്നത്. സംശയകരമായ ബന്ധങ്ങളുള്ള പോലീസുകാരെ എല്ലാം നിരീക്ഷിക്കാനാണ് ഇപ്പോൾ വകുപ്പ് തലത്തിൽ വന്നിരിക്കുന്ന നിർദ്ദേശം. ഒക്ടോബർ 21-നാണ് എറണാകുളം കർഷക റോഡിലെ ലോഡ്ജിൽ കടവന്ത്ര പോലീസിന്റെ റെയ്ഡ് നടന്നത്. ലോഡ്ജിൽ അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്ന കൊല്ലം സ്വദേശി രശ്മി, ഇവരുടെ സഹായി വിമൽ, ലോഡ്ജ് ഉടമ എന്നിവരെ അന്ന് പോലീസ് പിടികൂടി. നഗരത്തിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഈസ്റ്റ് ഗേറ്റിനോട് ചേർന്നുള്ള ഡ്രീം റെസിഡൻസി എന്ന ഹോട്ടലിലാണ് പോലീസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ഈ ഹോട്ടലിൽ കൊല്ലം സ്വദേശി രശ്മി എന്ന് പറയുന്ന സ്ത്രീയും ഒപ്പം തന്നെ ആലപ്പുഴ സ്വദേശി വിമൽ എന്ന് പറയുന്ന യുവാവുമാണ് ഇതിന്റെ നടത്തിപ്പുകാർ. ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഇവർ പെൺവാണിഭം നടത്തിയിരുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ഈ ഹോട്ടലിൽ, ഈ ഡ്രീം റെസിഡൻസി ഹോട്ടലിൽ ഇരുവരും താമസിക്കുകയായിരുന്നു. ഇവിടെ ഇടപാടുകാർ വന്നു പോകുന്നുണ്ടായിരുന്നുവെന്ന് ഈ ഹോട്ടൽ ഉടമയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പ്രതികളുടെ അക്കൗണ്ട് വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊച്ചി സിറ്റിയിലെ 2 പോലീസുകാരുടെ പങ്ക് തെളിഞ്ഞത്. പിന്നാലെ കൊച്ചി സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO രമേശ്, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ബ്രിജേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് പ്രതികളുമായി ഈ 2 പോലീസുകാരും നടത്തിയത്. എന്തെങ്കിലും പോലീസുകാരുടെ പങ്ക് മറ്റു ബന്ധമുണ്ട് എന്ന എന്തെങ്കിലും വിവരങ്ങളോ മറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അന്വേഷിക്കും, ആവശ്യമുള്ള നടപടിയെടുക്കും. അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാരന്റെ അക്കൗണ്ടിലേക്ക് CPO രമേശൻ നൽകിയത് 5 ലക്ഷം രൂപ. ലോഡ്ജ് മുറി എടുക്കാനും നടത്തിപ്പിനുമെല്ലാം സഹായം ചെയ്തത് പോലീസുകാർ. കൊച്ചിയിലെ പല സ്പാകളുടെയും നടത്തിപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളതായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചി സിറ്റിയിലെ പോലീസുകാരുടെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നു. നഗരത്തിലെ സ്പാകൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനകൾ നടത്താനാണ് പോലീസ് തീരുമാനം. കൊച്ചി കലാഭവൻ റോഡിലെ സ്പായിൽ അനാശാസ്യം നടത്തിയതിന് 12 അംഗ സംഘത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 8 സ്ത്രീകളും 4 പുരുഷന്മാരുമടങ്ങിയ സംഘത്തെ എറണാകുളം സെൻട്രൽ പോലീസാണ് പിടികൂടിയത്. റിപ്പോർട്ടർ, കൊച്ചി. എന്തുകൊണ്ടായിരിക്കും വലിയ കുറ്റകൃത്യത്തിന് പോലീസ് കൂട്ടുനിന്നിട്ടും നമ്മുടെ ആഭ്യന്തര വകുപ്പ് അറിയാതെ പോയത്? സൈഫുനിസ അലിയാർ ചേരുന്നു നമുക്കൊപ്പം തത്സമയം. ഗുഡ് ഈവനിംഗ് സൈഫുനിസ അലിയാർ. വേലി തന്നെ വിളവ് തിന്നുമ്പോഴാണല്ലോ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? സുജിയ, തീർച്ചയായും കൊച്ചി സിറ്റിയിലെ പോലീസുകാരുടെ പലരുടെയും ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ അനാശാസ്യ കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകളിലേക്ക് വരെ പോലീസിന് ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് 2 പോലീസുകാരെ പാലാരിവട്ടം സ്റ്റേഷനിലെ ഈ ബ്രിജേഷ് ലാലിനെയും ഒപ്പം തന്നെ ട്രാഫിക് സ്റ്റേഷനിലെ രമേശിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് 2 പേർക്കും ഈ സ്പായുടെ മറവിലും ഒപ്പം തന്നെ ഈ അനാശാസ്യ കേന്ദ്രങ്ങളിലും ഒക്കെ അടുത്ത ബന്ധം ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 21-നാണ് നമ്മൾ ഈ കടവന്ത്ര പോലീസ് ഒരു ലോഡ്ജിൽ റെയ്ഡ് നടത്തുന്നു എന്ന വിവരം രാത്രി ലഭിച്ച് നമ്മൾ അവിടേക്ക് ചെല്ലുന്നത്. അന്ന് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനുമായിരുന്നു. രശ്മി എന്ന സ്ത്രീയായിരുന്നു. അവരുടെ സഹായിയായിരുന്നു വിമൽ എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശി. ഇവർ 2പേരെയും അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവർ അന്ന് ഈ അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരാണ് എന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞത്. പിന്നീട് നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ നടത്തിപ്പുകാരായ ഇവരുടെ 2 പേരുടെയും അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നാണ് പോലീസുകാർക്ക് ലക്ഷങ്ങളുടെ ഇടപാടുകൾ ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ട് എന്ന് വിവരം ലഭിച്ചത്. ഒപ്പം തന്നെ ഈ ലോഡ്ജ് ഉടമ ഹെൻറി മിഖായലുമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ഹെൻറി മിഖായലിനെ കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ലോഡ്ജ് കൈമാറുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കരാർ നൽകിയതിലെല്ലാം തന്നെ ഈ രമേശ് എന്ന പോലീസുകാരൻ പണം നൽകിയത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. 5 ലക്ഷം രൂപയാണ് ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും പണമായി പോയത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വലിയൊരു തുക ഇടപാടുകാർക്ക് നൽകുകയും പിന്നീട് ഇവരുടെ ദിവസ വരുമാനത്തിൽ നിന്ന് നിശ്ചിത തുക ഈ പോലീസുകാർക്ക് ദിവസേന പണമായി ലഭിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇത് നിലവിൽ ഇപ്പോഴത്തെ പോലീസിൻ്റെ ഒരു അനുമാനം വെച്ച് ഇത് വലിയൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നാണ്. കാരണം കൊച്ചിയിൽ കൂണുകൾ പോലെയാണ്
സമയത്താണ് ഈ സ്പാ ഒക്കെ പൊങ്ങി വരുന്നത്. ഇപ്പോൾ ലോഡ്ജ് നടത്തിയ പരിശോധനയിൽ അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ രണ്ടുപേരും പിടിയിലായിരിക്കുന്നത്. പക്ഷേ സ്പാ കേന്ദ്രീകരിച്ച് ചില സ്പാ നടത്തിപ്പിൽ പോലും പോലീസുകാർക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം നടത്താൻ പോവുകയാണ്. സ്പാകൾ കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വിശദമായി നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 12 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറേറ്റിൻ്റെയും ഒപ്പം തന്നെ അതിൻ്റെ എല്ലാം മൂക്കിന് താഴെ നടക്കുന്ന ഇത്തരം അനാശാസ്യ കേന്ദ്രങ്ങളിൽ പോലീസുകാർക്ക് കൂടി പങ്കുണ്ട്. പോലീസുകാർ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നു. പോലീസുകാർ ഇവരുടെ താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുന്നു. അതല്ലെങ്കിൽ മാസ വരുമാനത്തിൽ നിന്ന് നിശ്ചിത തുക ഈ ശമ്പളം പോലെ കൈപ്പറ്റുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് അറിയാതെ പോകുന്നത്, ഇല്ലെങ്കിൽ പോലീസിന് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നത് അത്ര തീർച്ചയായും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നിരീക്ഷിക്കണം. സൈഫുൻ സാലിയ, താങ്ക് യു.